ജൂൺ 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വലിയ തിരിച്ചടി കിട്ടുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാകുന്നതിന്റെ സൂചനകളാണ് കാണുന്നത്. CPM വിട്ട് പല പ്രമുഖരും BJPയിലേക്ക് എത്തുകയാണ്. നേരത്തെ കോൺഗ്രസിന്റെ നേതാക്കൾ BJPയിലേക്ക് പോയപ്പോൾ അതിനെ പരിഹസിച്ച CPM ഇപ്പോൾ ഇതാ അടിമുടി പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ്. CPMന്റെ മുൻ MLA തന്നെ BJPയിലേക്ക് എത്തുന്നു. അതും CPMന്റെ ആക്രമണത്തെ ഭയന്ന് എന്ന റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ്. S രാജേന്ദ്രനെ ആക്രമിക്കാൻ CPM പദ്ധതി. കൂടെ നിന്നവർക്കിട്ട് അടി തുടങ്ങി BJP സംഘം മൂന്നാറിലെത്തുമെന്ന റിപ്പോർട്ട്. പാർട്ടിയുമായി പിണങ്ങി നിൽക്കുന്ന ദേവികുളം മുൻ MLA S രാജേന്ദ്രനെ ആക്രമിക്കാൻ CPM പദ്ധതിയിട്ടു. പാർട്ടിയെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ആളെ തല്ലി ഒതുക്കുക എന്നതാണ് ഉദ്ദേശമെന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. സൂക്ഷിക്കണമെന്ന പാർട്ടിയിലുള്ളവർ രാജേന്ദ്രന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പോലീസിനും ഇത് സംബന്ധിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ തന്നെ ഉപദ്രവിക്കുന്നത് CPM തുടരുകയാണെന്നാണ് S രാജേന്ദ്രൻ തന്നെ തുറന്നു പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെ രാജേന്ദ്രന് ഒപ്പം നിൽക്കുന്നവർ എന്ന് കരുതുന്നവർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു. മൂന്നാർ മാട്ടുപ്പെട്ടി റോഡിൽ കോരടിക്കാവ് മണികണ്ഠന്റെ വീട്ടിലെത്തിയവർ ആക്രമണം നടത്തുകയും മകൾ മതേശ്വരിയുടെ കൈ തല്ലി ഒടിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. CPM തന്നോട് ഉപദ്രവിക്കൽ നയം തുടരുകയാണ്. ഇതിൽ നിന്നും രക്ഷ നേടാൻ BJP പ്രവേശത്തെക്കുറിച്ച് ആലോചിക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിരുന്നതെന്നും അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും S രാജേന്ദ്രൻ പറഞ്ഞു. CPMൽ നിന്ന് തനിക്കുണ്ടായ പ്രശ്നങ്ങളൊന്നും പരിഹരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനിറങ്ങാൻ ആരും ആവശ്യപ്പെട്ടില്ലെന്നും താനില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയാണ് CPMനുള്ളതെന്നും S രാജേന്ദ്രൻ പറഞ്ഞു. തന്നെ ഉപദ്രവിക്കരുതെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും ചില നേതാക്കൾ അതൊന്നും വകവെക്കുന്നില്ല. താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന സർക്കാർ തന്റെയും ഭാര്യയുടെയും പേരിൽ കേസുണ്ടാക്കി. സ്വന്തം മക്കളെയും ഭാര്യയും പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ജീവിതം എന്ത് ജീവിതമാണ്? തനിക്കൊപ്പമുള്ളവരുടെ സംരക്ഷണമാണ് പ്രധാനമെന്നും രാജേന്ദ്രൻ പറഞ്ഞു. BJP നേതൃസംഘം ഞായറാഴ്ച മൂന്നാറിലെത്തി CPM ആക്രമണത്തിനിരയായവരെ സന്ദർശിക്കുന്നതോടെ CPMന് മുന്നിൽ വലിയ ചോദ്യങ്ങൾ.